നമസ്കാരം. ഇന്ത്യൻ സനാതനധർമ്മവും ഇന്ത്യൻ ആത്മീയതയും ഇന്ത്യൻ തത്വശാസ്ത്രവും ഭാരതത്തിൻ്റെ തത്വശാസ്ത്രവും എല്ലാം അന്വേഷിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട, വളരെ മനോഹരമായ, സൗന്ദര്യമുള്ള, വളരെ വളരെ ക്രിയാത്മകമായ ഒരു വിഷയമാണ് ഹൂ ആം ഐ, ഞാൻ ആരാണ്. രമണ മഹർഷിയാണ് ഇതിന് വളരെ മനോഹരമായ ഒരു ഉത്തരം നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത്. രമണ മഹർഷിയുടെ ഭാഷയിൽ എടുത്താൽ ഞാൻ എന്ന് പറയുന്നത്, ഞാനെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ കൈയല്ല, അത് എൻ്റെ ആവും. എൻ്റെ മൂക്ക്, എൻ്റെ കണ്ണ്, അങ്ങനെ എൻ്റെ ആവും. ഞാൻ എന്നുള്ള സ്വത്വമല്ല അവിടെ വരുന്നത്. അപ്പം ഞാൻ ആരാണ്? അത് സപ്തധാര പ്രകാരമുള്ള സ്ഥൂലമായ ഒരു ദേഹമല്ല. ശബ്ദം കേൾക്കുന്ന ചെവിയല്ല. സ്പർശമുള്ള ത്വക്കല്ല. രൂപം അറിയുന്ന കണ്ണുകൾ കൊണ്ടുള്ള രൂപം അറിയുന്ന കണ്ണല്ല. നാക്കല്ല, നമ്മൾ രസിച്ചറിയുന്ന അല്ലെങ്കിൽ രുചിച്ചറിയുന്ന നാക്കല്ല. ഗന്ധമറിയുന്ന മൂക്കല്ല. ഇതൊന്നുമല്ല. അത് ഭജനമല്ല, ഗമനമല്ല, ധാനമല്ല, മലവിസർജനമല്ല, വാക്ക്, പാദം, പാണി, ഇതൊന്നുമല്ല. പിന്നെന്താണ് ഞാൻ? ഞാൻ എന്ന് പറയുന്നത് മനസ്സിൽ ഉണ്ടാകുന്ന എൻ്റെ സ്വരൂപവും മനസ്സും കൂടി ചേരുന്ന ഒരു സ്വത്വബോധമാണ് ഞാൻ. അതൊരു ബോധമാണ്, ഒരു ബോധ നിലവാരമാണ്. അത് ഒരു സങ്കല്പവും കൂടിയാണ്, എന്നാൽ അത് യഥാർത്ഥവുമാണ്. ഒരു മനുഷ്യന് ശരീരമുണ്ട്, പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിതമായ അതിൻ്റെ ഭാഗമായിട്ടുള്ള ശരീരമുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, രസിക്കുന്നു, രുചിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ അതിനപ്പുറമുള്ള ഒരു ഫീൽ എനിക്കുണ്ടാവുന്നു. അതാണ് ഈ ഞാൻ. അത് ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ ചിന്തിക്കുന്നത് പോലെ ഞാൻ എന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ആ ഞാൻ ശരീരമല്ല, മനസ്സല്ല, മറ്റെന്തോ ആണ്, മറ്റൊരു ബോധത്തിലേക്കുള്ളതാണ്. അപ്പോൾ ആണ് എൻ്റെ കൈ പോയാലും ഞാനുണ്ട്. അപ്പോൾ ഉടനെ പ്രൊഫസറല്ല, അസിസ്റ്റന്റ് പ്രൊഫസർ, അത് പ്രൊഫസർ രവിചന്ദ്രൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കൈ വെട്ടിക്കളഞ്ഞാൽ ഞാനുണ്ട്, അപ്പൊ തല വെട്ടിക്കളഞ്ഞാൽ ഞാനില്ലല്ലോ എന്ന്. രവിചന്ദ്രനെ പോലുള്ള ഒരാൾ ഒന്നുകിൽ വിവരക്കേട് പറയുന്നു, അല്ലെങ്കിൽ അറിഞ്ഞു വെച്ചുകൊണ്ട് വിവരമുണ്ടായിട്ടും അത് മറച്ചു വയ്ക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവിനും നിലനിൽക്കണമെങ്കിൽ ഒരു ഉപാധി ആവശ്യമുണ്ട്. സ്പേസും മാറ്ററും എനർജിയും കൂടെ കൊണ്ട് മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. എനർജിക്ക് അല്ലെങ്കിൽ ഊർജത്തിന്, അത് വായു ആകട്ടെ, കാറ്റാകട്ടെ, വെള്ളമാകട്ടെ, ഒരു നിശ്ചിത സ്ഥലത്ത് നിൽക്കാത്തത് കൊണ്ടാണ് സർവ്വവ്യാപിയായിട്ട് ഇങ്ങനെ പ്രപഞ്ചത്തിൽ മുഴുവനുള്ളത്. കടലിലെ വെള്ളം നീരാവിയാവുന്നു, മേൽപോട്ട് പോകുന്നു, മഴയാവുന്നു. ഇങ്ങനെ സഞ്ചാരപ്രിയരാണ്. വായു സഞ്ചാരമാണ്, പ്രകാശം സഞ്ചാരമാണ്. അതിന് വലിയ സ്പേസാണ് വേണ്ടത്. അല്ലാതെ മറ്റ് വസ്തുക്കളൊക്കെ നിൽക്കണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമുണ്ട്. ഒരു മീഡിയത്തിൽ മാത്രമേ ആ ബോധം നിൽക്കുകയുള്ളൂ. നമ്മൾ ഇലക്ട്രിസിറ്റി കടന്നു പോകണമെങ്കിൽ, കൊണ്ടുപോകണമെങ്കിൽ കമ്പി ആവശ്യമുണ്ട്, വയർ ആവശ്യമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സ്വിച്ച് ഇട്ടാലേ നമുക്ക് ലൈറ്റ് കത്തുള്ളൂ, അല്ലെങ്കിൽ വയറുകൾ തമ്മിൽ കൊരുത്തു വെക്കണം, പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ചാർജ് ചെയ്താലേ ചാർജ് വരികയുള്ളൂ. അങ്ങനെ മീഡിയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മീഡിയം ഉണ്ടെങ്കിലേ ഇതിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അല്ലാതെ ഒരു ശൂന്യതയിൽ ഒരു സാധനവും അങ്ങനെ നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ മീഡിയം ശൂന്യത എന്ന് പറയുന്നതും വേറെ ഒരു മീഡിയത്തിൽ നിലനിൽക്കുന്നതാണ്, ഒരു മാധ്യമത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യ ശരീരം എന്ന മീഡിയത്തിൽ മാത്രമേ മനസ്സിന് നിലനിൽക്കാൻ കഴിയൂ, ജീവന് നിലനിൽക്കാൻ കഴിയൂ. ജീവന് രണ്ടവസ്ഥയുണ്ടല്ലോ, മനുഷ്യന് രണ്ടവസ്ഥയുണ്ട്. ഡെഡ് ബോഡിയുമുണ്ട്, ജീവനുള്ള ബോഡിയുമുണ്ട്. ഡെഡ് ബോഡി ആയിരിക്കുമ്പോൾ ആകുന്ന ആളിനെ, അല്ലെങ്കിൽ ഡെഡ് ബോഡി ആകുന്നതിന് മുമ്പ് ജീവൻ ഉണ്ടായിരുന്ന ആളിനുള്ള എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ട് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ജീവന്റെ സിദ്ധാന്തം വളരെ രസകരമായി നമ്മുടെ മുന്നിൽ വരുന്നത്. എന്താണ് ഈ ജീവൻ? അത് വായു കൊണ്ട് നേടാൻ പറ്റുന്നതാണോ? എങ്കിൽ പിന്നെ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്തു കഴിഞ്ഞാൽ നിലനിർത്തണം. വെള്ളം കൊണ്ട് നേടാൻ പറ്റുന്നതാണോ? എങ്കിൽ കൃത്രിമമായ വെള്ളം കൊടുക്കുമ്പോൾ നിലനിർത്താൻ പറ്റണം. ആഹാരം കൊണ്ട് നിലനിർത്തുന്നതാണോ? എങ്കിൽ കൃത്രിമമായ ആഹാരം കൊടുക്കുമ്പോൾ നിലനിർത്താൻ പറ്റണം. മരുന്ന് കൊണ്ട് നിലനിർത്തുന്നെങ്കിൽ മരുന്ന് കൊടുക്കുമ്പോൾ നിലനിർത്താൻ പറ്റണം. ഇതെന്തെല്ലാം കൊടുത്താലും, ആഹാരം കൊടുത്താൽ ശരീരത്തിന് ആവശ്യമുള്ള എന്തെല്ലാം കൊടുത്താലും, മനസ്സിന് ആവശ്യമുള്ള എന്തെല്ലാം കൊടുത്താലും, സംഗീതം, പാട്ട്, നാടകം, എന്തെല്ലാം കൊടുത്താലും ജീവൻ പോകുന്നു മനുഷ്യന്. ഇപ്പൊ എന്താണ് ഈ ജീവൻ എന്നൊരു ചോദ്യം ചോദിച്ചാൽ, എലയുമായിട്ട് നിൽക്കുന്ന, അതായത് മരിക്കുന്നതിനും ജീവിച്ചിരിക്കുന്നതിനും ഇടയ്ക്കുള്ള, ഡെഡ് ബോഡി ആകുന്നതിനും ലൈവ് ബോഡി ആകുന്നതിനും ഇടയ്ക്കുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. ആ ഡെഡ് ബോഡി ആകുന്നതിന് മുമ്പുള്ള ലൈവ് ബോഡിയുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിന് നമുക്ക് ജീവൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ എന്നതൊരു ബോധമാണ്, ഒരു സ്വത്വമാണ്, ഒരു ചിന്തയാണ്,
ഒരു ഉന്മയാണ്, ഒരു ഘടകമാണ്. ഇത് ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ചിന്തയും മനസ്സും സമ്പൂർണമായ ശരീരത്തിൽ മാത്രമേ ഞാൻ എന്ന ബോധത്തിന് നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉന്മാദമൊക്കെ ബാധിച്ച് മാനസിക രോഗമൊക്കെ ഉണ്ടായി വല്ലാത്ത രൂപത്തിലേക്ക് മനുഷ്യന്റെ ചിന്തകളും രീതികളും ശരീരമൊക്കെ ചീത്തയായി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ന ബോധത്തിനും വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എന്ന ബോധം മനുഷ്യന് ഉണ്ടാകണമെങ്കിൽ അതിനൊരു സ്പേസ് വേണം, അതിനൊരു ഇരിക്കാനൊരു സ്ഥലം വേണം. ആ ഇരിക്കാനുള്ള സ്ഥലമാണ് ബോഡി എന്ന് പറയുന്നത്. ബോഡിയും മൈൻഡുമൊക്കെ ഞാൻ എന്ന വസ്തുവിന് ഇരിക്കാനാണ്. നമുക്കറിയാം, വിഗ്രഹം ഇരിക്കണമെങ്കിൽ ക്ഷേത്രമോ അല്ലെങ്കിൽ അങ്ങനെ പവിത്രമായ ഒരു സ്ഥലത്താണ് വിഗ്രഹം ഇരിക്കുന്നതിന് നമ്മൾ വിഗ്രഹം എന്ന് പറയാം. അല്ല, റോഡിൽ ഇരിക്കുന്ന ശില്പത്തെ ഒരാളും വിഗ്രഹം എന്ന് പറയാറില്ല. നമ്മളിപ്പോൾ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ റോഡിലൂടെ NH-ലൂടെയൊക്കെ പോകുമ്പോൾ ശ്രീകൃഷ്ണന്റെയോ അല്ലെങ്കിൽ ദൈവങ്ങളുടെയോ ഒക്കെ വിഗ്രഹങ്ങളല്ല വെച്ചിരിക്കുന്നത്. അവിടെ ശില്പങ്ങളാണ് വെച്ചിരിക്കുന്നത്. ആ ശില്പങ്ങളെ വേറൊരു മീഡിയത്തിലെത്തുമ്പോൾ, വേറൊരു ക്ഷേത്രത്തിലെത്തുമ്പോൾ, വേറൊരു തലത്തിലേക്ക്, അമ്പലങ്ങളിലേക്ക് എത്തുമ്പോൾ അത് വിഗ്രഹമായി മാറും. പിന്നെ വിശേഷാൽ ഗ്രഹിക്കുന്ന വസ്തുവായി മാറും. നേരത്തെ ശില്പമാണ്, പിന്നെ അത് വിഗ്രഹമായി മാറുന്നുണ്ട്. അപ്പൊ ഇതുപോലെ സ്പേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ഥലം ആവശ്യമുണ്ട്, ഒരു മീഡിയം ആവശ്യമുണ്ട്, പിന്നെ എനർജി ആവശ്യമുണ്ട്, മാറ്റർ ആവശ്യം, ഇതെല്ലാം ആവശ്യമുള്ള ഘടകങ്ങളാണ്. ഈ ആവശ്യമുള്ള ഘടകങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന, അതും സമ്പൂർണമായി ഇരിക്കുന്ന മനുഷ്യ ശരീരത്തിലാണ്, സമ്പൂർണ്ണ തടിയല്ല, നല്ല ബോധമുള്ള അല്ലെങ്കിൽ സമചിത്തതയുള്ള ഒരു മനസ്സിൽ ഇരിക്കുന്ന ഒരു ബോധമാണ് ഞാൻ എന്ന് ഉള്ളത്. ഇതാര് എന്നാണ് രമണ മഹർഷി അന്വേഷിക്കുന്നത്. അപ്പൊ രമണ മഹർഷി പറയുന്നത്, ഒരുപാട് ഋഷീശ്വരന്മാർ അന്വേഷിച്ചിരുന്നു, രമണ മഹർഷിയും അന്വേഷിച്ചത്. ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളൊരു ആളെന്നുള്ള നിലയിലാണ് ഞാൻ രമണ മഹർഷി പറയുന്നത്, പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ രമണ മഹർഷി ഒക്കെ പറയുമ്പോൾ ഞാൻ എന്നത് എങ്ങനെയാണ് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ മനസ്സിന്റെ വികാരങ്ങളെയും വിക്ഷോഭങ്ങളെയും എല്ലാം ഇല്ലാതാക്കി അതെല്ലാം കുറച്ച് കൊണ്ടുവന്ന് ഒരു ആനന്ദത്തിലേക്ക് പോകുമ്പോൾ, ഒരു പരമാനന്ദത്തിലേക്ക് പോകുമ്പോൾ, ഒരു സച്ചിദാനന്ദത്തിൽ, ആ വാക്കാ പറയുന്നത് രമണ മഹർഷി, ഒരു സച്ചിദാനന്ദത്തിലേക്ക്, അതായത് ഈ പ്രപഞ്ചവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെ അധമ്യമായ, ഉദാത്തമായ, അഭൗമമായ ഈ ബന്ധത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ എന്ന ഉന്മ ഉണരുന്നത്. അത് ഈഗോ അല്ല, കോംപ്ലക്സ് അല്ല, ഒന്നുമല്ല. അങ്ങനെ ഞാൻ എന്ന ബോധം ആനന്ദത്തിന്റെ, സന്തോഷത്തിൻ്റെതാണ്. അതിലേക്ക് ഉയരുക എന്ന് പറയുന്നത് ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ട് മാത്രം കിട്ടുന്നതല്ല. എനിക്ക് ഭക്ഷണം കഴിച്ചാൽ അടുത്ത 3 മണിക്കൂർ കഴിയുമ്പോൾ വിശക്കും. സ്വാഭാവികമായിട്ട് എത്ര കഴിച്ചാലും എനിക്ക് പോരാ, വീണ്ടും കഴിക്കണം. വസ്ത്രം എത്ര കിട്ടിയാലും വീണ്ടും വേണം. എല്ലാ കാര്യങ്ങളും, ഭൗതിക വസ്തുക്കളെല്ലാം എനിക്ക് വീണ്ടും വേണം. ആത്മീയമായ വസ്തുക്കളിലേക്ക് മാറി ചിന്തിക്കുമ്പോൾ, ഞാൻ എന്ന ബോധത്തിലേക്ക് വരുമ്പോൾ, ആനന്ദത്തിൻ്റെയും പരമാനന്ദത്തിൻ്റെയും സച്ചിദാനന്ദത്തിൻ്റെയും പുതിയ തലങ്ങളിലേക്ക് ഞാൻ എൻ്റെ എന്നുള്ളതിനെ ഞാൻ എന്ന തലത്തിലേക്ക് ഉയർത്തി ഞാൻ ആരാണ് എന്നറിയുന്ന തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ കേവലം ശരീരമല്ല, പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരമല്ല, മനസ്സല്ല, ഈ ജഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഉന്മയുടെ ഈ മൊത്തമുള്ള, അതായത് നമ്മൾ എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും വിശാലവും അതിവിശാലവും അതിതീവ്ര വിശാലവുമായ ഈ എല്ലാറ്റിൻ്റെയും കൂടി ഭാഗമായിട്ടുള്ള ഞാൻ. അതിന് പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ പോരാ, ആകാശമെന്ന് പറഞ്ഞാൽ പോരാ, ഗാലക്സി എന്ന് പറഞ്ഞാൽ പോരാ, ഗാലക്സികളെന്ന് പറഞ്ഞാൽ പോരാ, നക്ഷത്ര വ്യൂഹം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതും എല്ലാം ചേരുന്ന, സകലതും ചേരുന്ന ആ ഉന്മയുണ്ടല്ലോ, അതെന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് മാനവന്റെ ഒരു മോചന ശാസ്ത്രമായി ഭാരതം മുന്നോട്ട് വെക്കുന്ന ഒരു തത്വം. അതിൽ ഞാൻ ആരാണെന്ന് അറിയാനുള്ള യാത്രയുണ്ടല്ലോ, അതൊരു വലിയ യാത്രയാണ്. അതൊരു ആത്മാന്വേഷണമാണ്. അതൊരാളിന് മാത്രം, ഓരോരുത്തർക്കും ഉള്ളതാണ്. ഒരാളിനും മറ്റൊരാളിന് എടുത്തു കൊടുക്കാൻ കഴിയുന്നതല്ല. ആ അന്വേഷണം ഏകമായി നടക്കേണ്ട, മനസ്സിൽ നടക്കേണ്ട ഒരു ആത്മാന്വേഷണ യാത്രയാണ്.